ദേവിക ഇവിടെ പോയി? അവൾ അച്ഛന്റെ വണ്ടിയും എടുത്തുകൊണ്ട് പുറത്തേക്ക് പോയി. ഇത്രയും രാവിലെയോ? അതും ആ പഴയ വണ്ടിയും കൊണ്ട് നാട് ചുറ്റാൻ പോയിരിക്കുന്നു. നീ ചൂടാകണ്ട, അടുക്കളയിലേക്ക് പച്ചക്കറി വാങ്ങാൻ പോയതാണ്. അവൾക്കതൊക്കെ ശീലമാണ്. തമിഴ്നാട്ടിലും അഗ്രഹാരത്തിലും ഒക്കെ ജീവിച്ച കുട്ടിയല്ലേ. പാടത്ത് ട്രാക്ടർ വരെ ഓടിച്ചിട്ടുണ്ടെന്നാണ് അവൾ പറഞ്ഞത്. അമ്മയാണ് അവൾക്ക് ഇതിനൊക്കെ വളം വെച്ച് കൊടുക്കുന്നത്. പറഞ്ഞു തീർന്നില്ല, പുറകിൽ നിന്നൊരു വിളി, മനുവേട്ടാ. വണ്ടി മുൻപിൽ കൊണ്ട് ചവിട്ടി ചിരിച്ചുകൊണ്ട് നിൽക്കുന്നു. ആ വന്നോ ബുള്ളറ്റ് ലേഡി? ബുള്ളറ്റ് ലേഡിയോ? അതെ അമ്മേ, ഇവളെ ഇപ്പോൾ നാട്ടുകാർ അങ്ങനെയാണ് വിളിക്കുന്നത്. വിളിക്കുന്നവർ വിളിക്കട്ടെ, അവർക്കൊന്നും വേറെ പണിയില്ലല്ലോ അല്ലേ അമ്മേ? അതെ അതെ. സാധനങ്ങൾ അവളുടെ കയ്യിൽ നിന്ന് വാങ്ങി അമ്മ അകത്തേക്ക് പോയി. നീ എന്തിനാണ് അച്ഛൻ്റെ ഈ വണ്ടി എടുത്തുകൊണ്ട് പോയത്? പിന്നെ പുറത്തേക്കൊന്ന് പോകാൻ വണ്ടി വേണ്ടി? വെറുതെ ഇരുന്ന് മടുത്തു. കുറച്ച് വീട്ടു സാധനം വാങ്ങി വരാം. നിങ്ങളോട് ചോദിച്ചാൽ ആ ബുള്ളറ്റ് ഒന്നും തരില്ലല്ലോ, അതൊക്കെ സമ്മതിച്ചു. എന്നാലും ഈ സമയത്ത് വീട്ടിലിരുന്നൂടെ തനിക്ക്? റെസ്റ്റ് എടുക്കേണ്ട സമയമാണിപ്പോൾ. തന്നെ വേണോ ഇതൊക്കെ എന്ന് കരുതി വീട്ടിലേക്ക് സാധനങ്ങൾ വാങ്ങണ്ടേ? എനിക്കൊരു കുഴപ്പമില്ല, മനുവേട്ടൻ പേടിക്കേണ്ട. നിങ്ങളുടെ തലമുറ എൻ്റെ വയറ്റിൽ സേഫാണ്. എന്തിനും ഒരു മറുപടി ഉണ്ടല്ലോ തനിക്ക്. അത് ഞാൻ ആരോട് മുഖത്ത് നോക്കി മറുപടി പറഞ്ഞ് ശീലിച്ചു പോയി. സോറി. എന്നാ പിന്നെ തന്നെ വണ്ടിയിൽ പൊയ്ക്കൂടെ? എന്നാൽ ഒന്നാം തരം 2 വീലർ തനിക്കില്ലേ? അതിൽ പോയാൽ ഒരു ലുക്ക് കിട്ടില്ല. ഈ ലൂണക്കിടുവാണ്. നല്ല കഥയായി. വെറുതെ പുലിവാല് വരുത്തി വെക്കേണ്ട ദേവികെ. ഇപ്പൊ തന്നെ നാട്ടുകാരുടെ ഒരുപാട് കമന്റുകൾ വന്നു തുടങ്ങി. സാവിത്രി ടീച്ചറിന്റെ മകൻ മനുവിന്റെ ഭാര്യയുടെ സ്വഭാവത്തെ പറ്റി. ഞാനൊരു തൻ്റെടിയാണ്, ആണത്തമുള്ള പെണ്ണാണ്, അഹങ്കാരിയാണ്, വായാടിയാണ്. ഇതൊക്കെയല്ലേ എനിക്ക് തന്നിട്ടുള്ള ബഹുമതികൾ. ആ, അതിൽ തനിക്ക് അഭിമാനിക്കാം. പിന്നെ ഒരു പേരും കൂടി വീണിട്ടുണ്ട് ഇപ്പോൾ തനിക്ക്. അതെന്താ? ബുള്ളറ്റ് ലേഡി. കൊള്ളാം അല്ലേ? നല്ല പേര്. പക്ഷെ ഇത്രയും വേഗം എങ്ങനെ വീണു എനിക്ക് ഈ പേര്? അതിനൊക്കെ അധികം സമയം വേണോ? നാട്ടുകാർ വിചാരിച്ചാൽ പോരെ. അതാണ് എൻ്റെ മിടുക്കാണ്. അസൂയ വേണ്ട കേട്ടോ, ഒരസൂയയില്ല. പേര് വീണില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. അജാതി ടൈപ്പ് പെണ്ണല്ലേ? അത് കറക്റ്റ്. എന്തായാലും ഞാൻ മനുവേട്ടനെ ബുള്ളറ്റ് ഓടിക്കാൻ തുടങ്ങിയില്ലേ, അതിനു മുമ്പ് തന്നെ ഈ പേര് വീണല്ലോ. ഇനി അതിൻ്റെ കൂടി കുറവേ ഉള്ളൂ. ആ കവലയിലുള്ള വായ്നോക്കികളാണോ എന്നെ അങ്ങനെ വിളിക്കുന്നത്? എല്ലാം ഞാൻ അറിയുന്നുണ്ട് മനുവേട്ട. അവറ്റകൾക്ക് ഒരു പണിയുമില്ല. ഇതെല്ലാം അറിഞ്ഞിട്ടാണോ താൻ ഇങ്ങനെ ചാടി പുറപ്പെടുന്നത്? പിന്നല്ലാതെ ഇന്നാട്ടിൽ എനിക്കുമുണ്ട് കുറച്ച് സപ്പോർട്ടേഴ്സ്. അറിയാമോ നിങ്ങൾക്ക്? അറിയാം, ആ കൊച്ചുകുട്ടികളല്ലേ? അതെ, അവർ തന്നെയാണ് എൻ്റെ കുട്ടിപ്പട്ടാളം. മനസ്സിലായോ? ഏറെക്കുറെ. ഞാൻ എന്തായാലും ഈ പോകുന്ന മനുവേട്ടനെ ബുള്ളറ്റ് എടുത്തുകൊണ്ടായിരിക്കും. പുതിയ പേരൊരർത്ഥം വേണ്ടേ? നല്ല തൊലിക്കെട്ടി ഉണ്ടല്ലോ. ഉണ്ടല്ലോ. ഈ ദേവിക്ക് ഇത്തിരി കൂടി ഇനമാണെന്നെ കെട്ടിയൊരു ഇതുവരെ മനസ്സിലായില്ലേ? എല്ലാം മനസ്സിലായി. അപ്പോൾ എങ്ങനെയാ, ഞാൻ പോസ്റ്റ് അടിച്ച് നിൽക്കണോ അതോ അകത്തേക്ക് പോകണോ? തന്നോട് തർക്കിക്കാൻ ഞാനില്ല. അതാണ് നിങ്ങൾക്ക് നല്ലത്. ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യും. സപ്പോർട്ടേഴ്സ് ഉള്ളതല്ലേ, ഞാനൊന്നും പറയുന്നില്ല. ഇതാക്കി ബുള്ളറ്റ് ഷെഡിൽ ഇരിപ്പുണ്ട്. ഫുൾ ടാങ്ക് ആണ്. ഇപ്പൊ തന്നെ എടുത്തോളൂ. കളിയാക്കല്ലേ? ഏയ്, എന്നാലും തനിക്ക് ഇത്രയും ധൈര്യം വരാൻ കാരണമാരാണ്? അതും ഒരു അഗ്രഹാരത്തിലെ പാവം പെൺകുട്ടിക്ക്. മാനുവേട്ടൻ്റെ അമ്മയുടെ സപ്പോർട്ടാണ് എനിക്ക് ധൈര്യം. എൻ്റെ സ്വന്തം ടീച്ചറമ്മ. നീ എന്ത് ചെയ്തോളും മോളെ എന്ന് പറയാൻ അമ്മ എന്നും കൂടെയുണ്ട്. അതെനിക്കറിയാം. അതുകൊണ്ടല്ലേ നമ്മുടെ ഇഷ്ടം. നിന്റെ വീട്ടുകാർ എതിർത്തിട്ട് തന്നെ ധൈര്യമായി ഇറക്കിക്കൊണ്ട് വരാൻ പറഞ്ഞതും കല്യാണം നടത്തി തന്നതും. അതാണ് എൻ്റെ അമ്മ. എന്താടാ രാവിലെ രണ്ടും കൂടി ഒരു വഴക്ക്? അത് പിന്നെ അമ്മയുടെ മകൾ ഈ ബുള്ളറ്റ് ലേഡിക്ക് രാവിലെ തന്നെ ചുറ്റാൻ പോയത് പോരാഞ്ഞ് ഇനി എൻ്റെ വണ്ടിയും എടുത്തുകൊണ്ട് ചുറ്റാൻ പോകണമെന്ന്. അവള് പോയിട്ട് വരട്ടെടാ. നീയും വേണമെങ്കിൽ കൂടി പൊക്കോളൂ. അയ്യോ ഞാനില്ലേ, സപ്പോർട്ടേഴ്സ് ഉള്ളതല്ലേ, ഒറ്റയ്ക്ക് പൊയ്ക്കോളാം. അമ്മ ഒരാളാണ് ഇയാൾക്ക് എല്ലാത്തിനും കണ്ണടച്ചു കൊടുക്കുന്നത്. അതേടാ, അതിനെന്താ കുഴപ്പം? നിന്റെ ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞിട്ട് വർഷം 8 കഴിഞ്ഞു. ഒരിക്കലെങ്കിലും അവൾ ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കിയോ? തിരക്കാണത്രേ. ചേച്ചി ഉത്തരവാദിത്തപ്പെട്ട ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥയല്ലേ അമ്മേ എന്ന് കരുതി അമ്മയും സഹോദരനെയും മറന്നു പോകുമോ? ഇതിലും വലിയ ഉദ്യോഗസ്ഥനായിരുന്നു നിന്റെ അച്ഛൻ. അദ്ദേഹം ജോലി ചെയ്യാത്തൊരു നാടുമില്ല ഇവിടെ. അതൊക്കെ അന്നത്തെ കാലം. അതുപോലെയാണോ ഇന്ന്? കാലം മാറിയാലും മനുഷ്യബന്ധങ്ങൾ മാറിപ്പോവോ? അമ്മ എൻ്റെ കല്യാണം ആരെയും മറയ്ക്കാൻ നടത്തിയതിൽ എല്ലാവർക്കും നീരസമുണ്ട്. അക്കൂട്ടത്തിൽ ചേച്ചിയുമുണ്ട്. ആയിക്കോട്ടെ, എനിക്കിഷ്ടമുള്ളതുപോലെ എൻ്റെ മോൻ്റെ കല്യാണം ഞാനങ്ങ് നടത്തി. അതിൽ ആർക്കാണ് വിഷമം? നാട്ടുകാർക്കോ? നിന്റെ ചേച്ചിയുടെ കല്യാണം നല്ല രീതിയിൽ നാടറിഞ്ഞ് നടത്തിയിട്ട് എന്തായി? മൂക്കുമുട്ട തിന്നിട്ട് കുറ്റം പറഞ്ഞ് നടന്നവരല്ലേ ഈ നാട്ടുകാർ. അവർക്ക് എന്തിനും കാണും ഓരോ അഭിപ്രായങ്ങൾ. അതിവിടെ ആർക്കും കേൾക്കണ്ട. ജാതിയും മതവും പരസ്പരം അടുക്കാനുള്ളതാണ്, അകലാനുള്ളതല്ല. എനിക്ക് കിട്ടാവുന്നതിൽ വെച്ചിട്ട് ഏറ്റവും നല്ല മരുമകളാണിവൾ. അത് അംഗീകരിക്കുന്നവർ മാത്രം ഇവിടെ വന്നാൽ മതി. നിന്റെ ചേച്ചിയാണെങ്കിൽ പോലും അതാണ് എൻ്റെ തീരുമാനം. എൻ്റെ ടീച്ചറമ്മേ, നിങ്ങൾ മാസാണ്, മരണമാസ്. കണ്ടില്ലേടാ ഞങ്ങൾ തമ്മിലുള്ള ഐക്യം? ഉവ്വേ. അപ്പം ഞാനും ബുള്ളറ്റ് ലേഡിയും കൂടി നിന്റെ ബുള്ളറ്റിലൊന്ന് കൂടി കറങ്ങിയിട്ട് വരാം. നീ ആ ചാവി വാങ്ങി വണ്ടി എടുത്തുകൊണ്ട് വാ മോളെ. അവൻ വന്നില്ലെങ്കിലും കുഴപ്പമില്ല. ഈ അമ്മ വരും നിന്റെ കൂടെ എവിടേക്കും. ഞാൻ രണ്ടാളെയും മാറി മാറി നോക്കി. നീ നോക്കി പേടിപ്പിക്കേണ്ട. ഞങ്ങൾ ഒരു കാര്യം തീരുമാനിച്ചാൽ അത് മാറില്ല അല്ലേ? എങ്ങോട്ടാ രണ്ടാളും കൂടി യാത്ര? പറഞ്ഞിട്ട് പൊയ്ക്കൂടെ? ഞങ്ങൾക്ക് പലയിടത്തും പോകാനുണ്ട്. പോയിട്ട് വന്നിട്ട് പറയാം. അമ്മ പറഞ്ഞ് കേട്ടില്ലേ? അമ്മായിയമ്മ മാസാണെങ്കിൽ മരുമകൾ കൊലമാസാകണ്ടേ മനുവേട്ട?
എന്നാൽ ഞാൻ പറയുക നിങ്ങളോടിപ്പോൾ ഒന്നും പറയണ്ട. മൗനം വിദ്വാന ഭൂഷണം. കേട്ടിട്ടില്ലേ നിങ്ങൾ? ഞങ്ങൾ പോന്നു. പോയിട്ട് വാ ബുള്ളറ്റ് റെഡി. ബാക്കി വന്നിട്ട് തരാം. മാഷ് എന്തെങ്കിലും പറഞ്ഞോ? ഒന്നും പറഞ്ഞില്ല. അവർ വണ്ടി എടുത്ത് ഗേറ്റ് കടന്നു പോയി. എന്തായാലും പ്രേമിച്ച് നടന്നിട്ട് എനിക്ക് കിട്ടിയ മുതലിനെ കൊള്ളാം. എന്താ ചെയ്യുക? അവള് പറയും പോലെ സപ്പോർട്ട് ചെയ്യുക, അത്ര തന്നെ. അതാകും നല്ലൊരു കുടുംബജീവിതത്തിന് നല്ലത്. എന്നാലും എങ്ങോട്ടാകും രണ്ടാളും കൂടി പോയിരിക്കുക. കഥ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ്